അടുത്തതായി പാലക്കാട് കല്ലഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ബിജൂസ് കസവിന്റെ വിശേഷങ്ങളാണ് കണ്ടിട്ട് വരാം. നമസ്കാരം, കേരള ഗൈഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് റൂട്ടിലുള്ള കല്ലഞ്ചിറ പെരുവമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തായാലും ഈ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കസവ് കേന്ദ്രത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള കസവ് ഉൽപ്പന്നങ്ങൾ, ഇപ്പം സാരി, അതുപോലെ തന്നെ മുണ്ട്, ബ്ലൗസ്, ഇതുപോലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ സ്വന്തം ബിജൂസ് കസവിന്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പോരെ. കല്ലഞ്ചിറ കൈത്തറി ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ബിജൂസ് കസവ്. അപ്പോൾ ഈ ബിജൂസ് കസവിന്റെ ഓണറായിട്ടുള്ള ബിജു ചേട്ടനാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. ബിജു ചേട്ടനാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ, ഷോപ്പിന്റെ മാത്രമല്ല കൈത്തറിയെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ബിജു ചേട്ടനാണ്. ബിജു ചേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ചേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 18 വർഷമായി. ഇതിന്റെ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ബിസിനസ്സിലേക്ക്. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ നമുക്ക് മറ്റൊരുപാട് ഇതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ചേട്ടന്റെ നാട് ഇവിടെ തന്നെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് വരാനുണ്ട്? പാരമ്പര്യമായിട്ടാണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചു വന്നതാണോ? എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാം? നമ്മുടെ പാരമ്പര്യം ഈ തൊഴിലല്ല. ഇതിലേക്ക് ഞാൻ പഠിച്ചു വന്നതാണ്. മുത്തശ്ശന്റെ കാലം മുതലേ ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ്. ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയാം ആദ്യം തന്നെ. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെയ്ത്തുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അപ്പൊ ഇവിടെ 250 കുടുംബങ്ങൾ ഈ ജോലി ചെയ്യുന്നുണ്ട്. പണ്ട് നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് തുണി നെയ്യാനായിട്ട് കർണാടകയിൽ നിന്നും മൈസൂരിൽ നിന്നും കൊണ്ടുവന്ന ആളുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ അവരുടെ മാതൃഭാഷ കർണാടകം. എഴുത്തും വായനയെല്ലാം ഇപ്പോൾ മലയാളവും മറ്റതൊക്കെയാണ്. പക്ഷെ അവരിപ്പോഴും വീട്ടിൽ സംസാരിക്കുന്നതും അവരുടെ ആളുകൾ അവരോട് സംസാരിക്കുന്നതെല്ലാം കന്നഡ. അപ്പോൾ നമ്മളിവിടെ വളരെ മലയാളി കുടുംബങ്ങൾ വളരെ കുറച്ച് കുടുംബങ്ങളെ ഇതിനകത്തുള്ളൂ, ഈ ഗ്രാമത്തിനകത്തുള്ളൂ. അപ്പൊ അതിലൊരു കുടുംബമാണ് എൻ്റേത്. അപ്പൊ മുത്തശ്ശന്റെ കാലം മുതലേ ഈ തൊഴിൽ അറിയാം. അങ്ങനെ അച്ഛനിലൂടെയാണ് എനിക്കിത് ഈ തൊഴിൽ കിട്ടിയത്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഇതിലോട്ട് വരുന്നത്. അപ്പൊ ഇവിടെയുള്ള നെയ്ത്ത് ആളുകൾക്ക്, പുറത്തുള്ളവർക്ക് അറിയപ്പെടണം, ഈ തൊഴിലിനെ ഒന്ന് ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നത്, താല്പര്യം തോന്നിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ കണ്ടു ഒരു വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ്. കസവിന്റെ ഒരു ഒരു വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് കസവിൽ തീർക്കുന്ന ഉൽപ്പന്നങ്ങൾ? എന്തൊക്കെ ഇതാണ്? അപ്പോൾ നമ്മുടെ ഗ്രാമത്ത് നെയ്ത്തിലൂടെ ഉണ്ടാക്കുന്നത് കസവ് സാരികള്, സെറ്റ് മുണ്ടുകള്, ആണുങ്ങളുടെ ഡബിൾ മുണ്ടുകള്, അതേപോലെ തന്നെ ഷർട്ടുകള്, ബെഡ്ഷീറ്റുകളുണ്ട്, പിന്നെ ഹാഫ് സാരികള്, കുട്ടികളുടെ പക്ക കേരള ട്രഡീഷണൽ കുഞ്ഞുടുപ്പുകൾ. ഇപ്പം നമ്മൾ പുതുതായിട്ട് കുട്ടികൾക്ക് 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഹാഫ് സാരി ചെയ്യുന്നുണ്ട്. അതേപോലെ ബീഡ്സ് വർക്ക് സാരികൾ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോപ്പർ വർക്കിന്റെ സാരികൾ, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഈ ഓണത്തിന് ട്രെൻഡ് ആവാൻ പോകുന്ന റോസ് ഗോൾഡ്, അതേപോലെ കോപ്പറിന്റെ ലൈറ്റ് കളർ സാരികൾ, അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിൽക്ക് കോട്ടൺ സാരികൾ, പ്യുവർ കോട്ടൺ സാരികൾ, അതും നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. അത് കേരളത്തിൽ തന്നെ കളർ സാരികൾ ചെയ്യുന്ന ഒരു കേന്ദ്രം ഈ കല്ലഞ്ചിറ നെയ്ത്ത് ഗ്രാമമാണ്. മറ്റെങ്ങും തന്നെ കേരളത്തിൽ കളർ സാരികൾ ചെയ്യുന്നില്ല. അത് നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ കല്ലഞ്ചിറ നെയ്ത്ത് ഗ്രാമത്തിലാണ് കളർ സാരികൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. ബിജേട്ടാ, പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുമോ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അതിനെ കുറിച്ച് എങ്ങനെയാണ്, അതിന്റെ വിലയെ കുറിച്ചൊക്കെ ഒന്ന് പറയാം? നമ്മള് സാരികളാവുമ്പോ
300 രൂപ മുതൽ സാരികളുണ്ട്. 300 രൂപ എന്ന് പറയുമ്പോൾ അത് പ്ലെയിൻ സാരിയാണ്, പ്ലെയിൻ ആയിട്ടുള്ള വളരെ പ്ലെയിൻ. ഡിസൈൻ ഒന്നും കാണത്തില്ല. അതൊരു ദിവസം കൊണ്ടാവും ഒരു സാരി. പിന്നെ ആ ഡിസൈനിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സാരി ആകുമ്പോ നമ്മൾ ജക്കാർഡ് സാരി എന്ന് പറയും. ഇതിന്റെ മുന്താണിക്ക് ജക്കാർഡിന്റെ ഡിസൈൻ ഉണ്ട്. അപ്പൊ ഈ ഡിസൈൻ ചെയ്യാൻ മാത്രം ഒരു ദിവസം വേണ്ടി വരും. ഓ ശരി ശരി ശരി. അപ്പൊ ഇതുപോലുള്ള ഒരു സാരി പൂർണ്ണമായിട്ടും നിർമ്മിച്ചെടുക്കണമെങ്കിൽ 3 ദിവസം വേണ്ടി വരും. 3 ദിവസമാണ് ഇതുപോലുള്ള ഡിസൈൻ ഒക്കെ ഉള്ള ഒരു സാരി നിർമ്മിച്ചെടുക്കാൻ എടുക്കുന്ന സമയം. 3 ദിവസം കൊണ്ടാണ് കേട്ടോ. ഈ സാരിയുടെ വില 7500 രൂപയാണ്. ഈ സാരിയുടെ വില. ഈ സാരിയുടെ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഇത് പ്യൂർ കോട്ടൺ നൂല്, നല്ല തരം കസവ്. ഇത് നല്ല കസവ്, എളുപ്പം ചീത്തയാവില്ല. ഇത് 8-10 വർഷം വരെ ഈ കസവ് ഇങ്ങനെയാണ്. ഈ നൂലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ? നമുക്ക് നൂല് സൊസൈറ്റി തരുന്നുണ്ട്. സൊസൈറ്റി തരുന്നുണ്ട് അല്ലേ? സൊസൈറ്റിയിലൂടെയാണ് ഈ നൂല് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഈ കസവിന്റെ വസ്ത്രങ്ങൾ എടുക്കുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് സീസൺ കച്ചവടം അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ ഡെയിലി ഇങ്ങനെ കച്ചവടം? നമ്മൾ ഇതിപ്പോ കേരളീയ വസ്ത്രമായതുകൊണ്ട് ഓണം, വിഷു അത്തരം ഉത്സവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുക. പിന്നെ മറ്റു സമയങ്ങളിൽ വേല, പൂരം, ഉത്സവങ്ങള്, വീട് പാലുകാച്ചല്, കല്യാണങ്ങള്, അങ്ങനെ അത്തരം സന്ദർഭങ്ങളിലും നമുക്ക് ഇവിടുന്ന് വിറ്റ് പോകാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നവമാധ്യമങ്ങളിലൂടെ ആളുകൾ ഇത് അറിഞ്ഞ് മറ്റ് ജില്ലകളൊന്നും ആളുകൾ അറിഞ്ഞിവിടെ എത്താറുണ്ട്, ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആളുകൾ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും ട്രിവാൻഡ്രത്ത് നിന്നെല്ലാം ഈ വഴിക്ക് പോകുന്നവര് ഇങ്ങനെ നവമീഡിയകളിലൂടെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും മറ്റെല്ലാം അറിഞ്ഞിട്ട് ഇവിടെ വന്ന് വസ്ത്രങ്ങൾ എടുക്കാറുണ്ട്. ഇത് നമ്മൾ പുറത്തോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഈ നമുക്ക് തന്നെ ഒരു കൈത്തറി മറ്റ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ തുണി കച്ചവടക്കാര്, ഷോപ്പുകാര് അവർ ഈ നെയ്ത്ത് ഗ്രാമത്തിൽ വന്നിട്ട് തുണി കളക്ട് ചെയ്ത് പോവാറുണ്ട്. നമ്മളൊക്കെ പുറത്തോട്ടൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ട്. ബൾക്കായിട്ടും ചില്ലറായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇപ്പം ഇതല്ല അവരുടെ താല്പര്യം, അവർക്ക് ഇന്ന ഒരു ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു ഡിസൈനിലാണ് വേണ്ടത്, അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് എത്രമാത്രം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്? കാരണം ഇപ്പൊ ഒരു കല്യാണം തീരുമാനിച്ചു, അവർ 1 മാസത്തിന് മുന്നേ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് കല്യാണ പെൺകുട്ടിക്കുള്ള സാരി ഞങ്ങൾക്ക് ഈ ഡിസൈനിൽ വേണം. ഇപ്പൊ ആളുകളുടെ എല്ലാവരിലും സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് ഇവർ എവിടെന്നെങ്കിലും എല്ലാം കളക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആ ഫോട്ടോസ് കൊണ്ട് നമ്മളെ കാണിച്ചിട്ട് ഇതുപോലൊരു വസ്ത്രം നെയ്ത് തരണം, എത്ര സമയം വേണമെന്ന് ചോദിക്കും. നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ കല്യാണ സാരി എന്ന് പറയുമ്പോ ഈ കല്യാണ സാരിയുടെ ഒക്കെ റേഞ്ച് എന്ന് പറയാം, എത്ര? കല്യാണ സാരി വരുമ്പോൾ ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആണ്. അതായത് ഒരു നൂല് കോട്ടണും ഒരു നൂല് കസവും, അതാണ് ടിഷ്യൂ മെറ്റീരിയൽ എന്ന് പറയാം, ടിഷ്യൂ ക്ലോത്ത്. ഇത് കോട്ടൺ ക്ലോത്ത് ആണ്. ഈ ക്ലോത്ത് കോട്ടൺ ആണ്. ഇത് ടിഷ്യൂ, ഒരു ഗോൾഡൻ കളർ. അപ്പൊ ഇത്തരം വസ്ത്രങ്ങളാണ് കല്യാണത്തിന് ഇപ്പൊ ഉപയോഗിക്കുക. പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ട്രെൻഡ് ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്ലെയിൻ സാരി 5000 രൂപയാണ്. നല്ല കസവിൽ ഏത് റേഞ്ച് വരെ പോകും? അതിപ്പോ 25,000, 30,000, 40,000 അങ്ങനെ. ആ വരുന്ന കസ്റ്റമറുടെ അവരുടെ ഒരു താല്പര്യം അനുസരിച്ച്, അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. നമ്മുടെ ഷോപ്പിൽ ഇപ്പം ഒരു 5000 സ്റ്റാർട്ട് ചെയ്താൽ ഒരു 40,000, 50,000 നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഇപ്പൊ നമുക്ക് അതിന്റെ ഉണ്ടാക്കി വെക്കാറുണ്ടോ ഈ കല്യാണ വസ്ത്രങ്ങള്? നമ്മളൊരു 10,000 രൂപ വരെ ഉള്ളത് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് അവർ പറയുന്ന ഡിസൈൻ നമ്മൾ അങ്ങനെ ഏകദേശം 1 മാസം മുമ്പ് തന്നെ 1 മാസം മുമ്പ് തന്നെ നമ്മളോട് അറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ട ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. ബിജേട്ടാ, ഒരു ചോദ്യം കൂടെ, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ 18 വർഷമായി ചേട്ടൻ ഇത് ആരംഭിച്ചെന്ന് പറഞ്ഞു. ഈ ആ തുടക്കം മുതൽ, അന്ന് മുതൽ ഇവിടെ തന്നെയാണ്, നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെയാണ്. ആ തുടക്കം മുതൽ ഇപ്പൊ 18 വർഷമായി നിൽക്കുന്നു. ഈ ഒരു യാത്രയിൽ എന്ത് തോന്നുന്നു? ഞാന് പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് അച്ഛനാണ് എന്നെ ഈ തൊഴിലിലേക്ക് കൊണ്ടുവന്നത്. അച്ഛനാണ് എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ അച്ഛൻ ചെയ്യുന്ന ഈ തൊഴിലിൽ ഞാൻ അച്ഛനെ സഹായിക്കുമായിരുന്നു. നെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പൊ നെയ്ത്തിന് ഇരിക്കുന്ന സമയത്ത് ആളുകൾ ഈ കല്ലഞ്ചിറ ഗ്രാമത്തിൽ നെയ്ത്തുണ്ടെന്ന് പറഞ്ഞ് ഈ ഗ്രാമം സന്ദർശിക്കാൻ വരും. അപ്പൊ അവര് ഞങ്ങൾക്ക് ഈ സാരി അല്ലെങ്കിൽ ഒരു മുണ്ട് ചെയ്തു തരാവോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാവോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഡോർ ഡെലിവറി തുടങ്ങിയത്. പിന്നെ ഞാൻ ഒരു 8 വർഷം മുമ്പാണ് ഒരു കുഞ്ഞു ഷോപ്പായിട്ട് ഞാനിവിടെ ഈ കല്ലന ഗ്രാമത്തിൽ തുടങ്ങിയത്. അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് 2 ഷോപ്പേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 കുഞ്ഞു ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞു ഷോപ്പായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഈ ഒരു 2 നിലയുള്ള ഈ സ്ഥാപനത്തിലേക്ക്
ഇതുവരെ എന്നെ എത്തിച്ചത് എൻ്റെ കസ്റ്റമറാണ്. ഇന്നലെ പോലും 18 വർഷം മുമ്പ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് കൊടുത്ത ആ കസ്റ്റമർ ഇന്നലെ വൈകിട്ട് വന്ന് അവർ പർച്ചേസ് ചെയ്ത് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അതാണ് എൻ്റെ ഒരു വിജയം. അവരാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭാര്യ അവരൊരു സ്കൂൾ ടീച്ചറായിരുന്നു, ഒരു പ്രൈവറ്റ് സ്കൂളിൽ. അപ്പോൾ അവരും എന്നോടൊപ്പം നിന്നു, ഇപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം സപ്പോർട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ കാരണം. ബിജുചേട്ടാ, അതുപോലെ തന്നെ നമുക്ക് വേറെ മറ്റ് ബ്രാഞ്ചുകൾ എന്തെങ്കിലും എവിടെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നിലവിൽ ബ്രാഞ്ചുകളില്ല, നമ്മളത് ആലോചിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പ്രേക്ഷകർക്കാണെങ്കിലും ഒക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാം അറിയാം ഇപ്പൊ ഓഫറുകളുടെ കാലമാണ് അല്ലേ? നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ബിജൂസ് കസവിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്? എല്ലാ വസ്ത്രങ്ങൾക്കും ഓഫർ ഉണ്ടോ? എങ്ങനെയാണ് അതിനെ കുറിച്ച്? തീർച്ചയായും ഉണ്ട്. ഇത് നെയ്ത്ത് ഗ്രാമമായതുകൊണ്ടും ഞങ്ങളുടെ സ്വന്തം തറികളിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടും ഇതിന് മീഡിയേറ്റർമാരില്ല, ഇടനിലക്കാരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ വിലയിൽ നിന്നും, ഉത്സവകാലത്ത് മാത്രമല്ല, സാധാരണ എല്ലാവരും ഓണം, വിഷു, പ്രധാനപ്പെട്ട ഞങ്ങൾ അങ്ങനെയല്ല. ഇത് നെയ്ത്ത് ഗ്രാമമായതുകൊണ്ട് ഞങ്ങൾ വർഷം മുഴുവനും ഓഫർ കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് 15 പിന്നെ അവർ പർച്ചേസ് ചെയ്യുന്ന അതിന്റെ വലിപ്പം അനുസരിച്ച് ഞങ്ങൾ 30% വരെ കൊടുക്കാം. ഈ പറയുന്ന 365 ദിവസം ഒരു വർഷം മുഴുവൻ ഇവിടെ ഓഫറുകളുണ്ട്. അത് പർച്ചേസിന് അടിസ്ഥാനം ആക്കിക്കൊണ്ടാണ് അങ്ങനെ ഓഫറുകൾ കൊടുക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബിജൂസ് കസവിൽ വരുന്നവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല അല്ലേ ഏട്ടാ? 18 വർഷമായ കസ്റ്റമേഴ്സിനെ വരെയും ഇപ്പോഴും നിലനിർത്തിക്ക് കൊണ്ടുപോകുന്ന അത് താങ്കളുടെ ആ ഒരു സർവീസിന്റെ ഭാഗം, ഒരു അത്രമാത്രം നന്മയുള്ളത് കൊണ്ടാണ് പിന്നീടും വീണ്ടും ഓരോ കസ്റ്റമേഴ്സും വരുന്നത്. അപ്പൊ എന്തായാലും ബിജുചേട്ടനും ഫാമിലിക്കും നമ്മുടെ ഈ ഒരു ബിജൂസ് കസവിനും എല്ലാവിധ ആശംസകളും നേരുന്നു, ഒപ്പം പ്രാർത്ഥനയും. അപ്പോൾ എന്തായാലും പുതിയ ഒരു സ്ഥാപനത്തിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.